വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ബാക്കിൽ ബീച്ചിലേക്കാണ്. അപ്പോൾ ഇവിടെ കണ്ടോ കടൽ നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഈ കാണുന്നൊരു സാധനം എനിക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, നല്ല രസമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാം, നല്ല ക്ലിയർ ആയിട്ട് പുറത്തേക്കാണ്. അതുപോലെ തന്നെ നമുക്ക് പുറത്തുനിന്ന് ക്ലിയർ ആയിരിക്കാം. അതിൻ്റെ ഇപ്പം തന്നെ ഒരു ബോർഡിൽ ബാക്കിൽ ബീച്ച് പാർക്ക് എന്നുള്ള എഴുതിയിട്ടുള്ള വാങ്ങണം. ഇപ്പം ഇവിടെ ഞാനൊരു ഗാർഡൻ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെ. പിന്നെ ഞാൻ നേരെ ഇപ്പോൾ പോകുക എന്നുള്ളത് എൻ്റെ എനിക്ക് ഒരു കുഞ്ഞുണ്ട്. അവൾക്ക് കുഞ്ഞിക്ക് പാൽ കൊടുക്കാൻ ഒരു സ്ഥലം വേണം, ഇങ്ങനെ പോലെ റൂമൊക്കെ ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ അത് തേടി പോവാണ്. അവിടെ കാണുന്നുണ്ടോ കുറേ പൊര പോലത്തെ കാണുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു അവിടെ എന്തെങ്കിലും ഉണ്ടാവും അവിടേക്ക് പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നല്ല വ്യൂസൊക്കെ നോക്കിയിട്ട് തന്നെയാണ് പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നോക്കിയിട്ട്. അങ്ങനെ എത്തിയപ്പോൾ അവിടുത്തെ ചേച്ചിയോട് ചോദിച്ചു, അപ്പോൾ ആ ചേച്ചി ചെലി ഇവിടെ അല്ല, കുറച്ച് അങ്ങോട്ട് നിന്ന്. അങ്ങനെ ഇപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. എൻ്റെ അനിയുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ ഒരു കളിക്കുന്നൊരു സ്ഥലമുണ്ട്, ഞാൻ കാണിച്ചത് ഇതാണ്. അവിടെയാണ് ആ സ്ഥലം വരുന്നത്. അങ്ങനെ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്, അതിൻ്റെ ബാക്കിലാണ് പോകുന്നത്. അങ്ങനെ കേസ് ഞാൻ എത്തി. ഇവിടെ ലിഫ്റ്റ് എടുക്കുന്ന റൂമാണ്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ പുറത്ത് തന്നെ പൈപ്പൊക്കെ ഉണ്ട്, ഇങ്ങനെ നമുക്ക് വെള്ളം എടുക്കാൻ വേണ്ടി. ഭയങ്കര ക്ലീനാണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ കളിക്കുന്ന അങ്ങനത്തെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. എനിക്ക് ബോളിച്ച് കഴിഞ്ഞില്ല കേസ്. അപ്പോൾ ഞാൻ കുറച്ച് സ്നാപ്പിൽ തന്നെ ഒരു പ്ലാന്തൊക്കെ കാണിച്ചിട്ട് ഈശോക്കെ കളിച്ചിരുന്നു. അങ്ങനെ കുറച്ച് ആൻറ്റി ചെല്ലി നീ പോയിക്കോ, ഞാൻ വന്നോളാന്ന്. മാമ എൻ്റെ ഉമ്മക്ക് അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടത്തേക്ക് പോവാണ്. അപ്പം ഞാൻ അവിടേക്ക് പോവാണ് കേസ്. ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഗൈസ്, മീൻസ് അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പം ഞാൻ നേരെയുള്ള എൻ്റെ അനിയൻ്റെ ചെറിയ നീലാത്ത ഡ്രസ്സ് ഉണ്ട്, അവിടെ സ്കൂളിലെ ഡ്രസ് കോഡ് സെയിം ആയിട്ട് അതെടുത്തു. അങ്ങനെ അതെടുത്ത ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ വന്നു. ബിക്കോസ് അതിൻ്റെ മാമക്ക് കയ്യുന്നുണ്ടായില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ എനിക്ക് ചൂടെടുത്ത് ഞാൻ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നേരെ പൊരുക്കെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബൈ ബൈ.